എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസ് സബ്ജക്റ്റിലെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പ്രകാരം നിങ്ങൾക്ക് 2025 ഏപ്രിൽ ബാച്ചിൽ വരാൻ പോകുന്ന ചോദ്യ പേപ്പറിന്റെ മാതൃകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. 2025 ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. 319 ആണ് +2 ബിസിനസ് സ്റ്റഡീസിന്റെ പേപ്പർ കോഡ് വരുന്നത്. 100 മാർക്കാണ് ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ നിങ്ങൾക്ക് മാർക്കായിട്ട് വരുന്നത്. 100 മാർക്കിലായിരിക്കും ചോദ്യം വരുന്നത്. 3 മണിക്കൂറാണ് നിങ്ങൾക്ക് ഇതിനുള്ള സമയം. എല്ലാ എക്സാം 3 മണിക്കൂർ തന്നെയാണ് നടക്കുന്നത്. എന്നാലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ എന്താണ് മിസ് എപ്പോഴും പറയാറുണ്ട് അല്ലേ, ഇത് 3 പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് 51 ചോദ്യങ്ങളാണ് ബിസിനസ് സ്റ്റഡീസിൽ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കുക. ഈ 51 ചോദ്യങ്ങൾ നിങ്ങൾ ഈ 3 മണിക്കൂറിനുള്ളിൽ ആൻസർ എഴുതി തീർക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. അപ്പം നിങ്ങൾക്ക് ഇപ്പം എത്ര ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പബ്ലിക് എക്സാമിനേഷന് നിങ്ങൾക്ക് ടോട്ടൽ 51 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. അത് 3 മണിക്കൂറിൽ ഞാൻ ഉത്തരം എഴുതണം. അതിൽ ആദ്യത്തെ 20 ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ട് ഒരു എക്സാം ഹാളിൽ പോയിരിക്കുന്നതും നിങ്ങൾക്ക് എക്സാം ഹാളിൽ എത്ര ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിന് വരുമെന്ന് അറിയാതെ പോകുന്നവരും രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതിന് രണ്ടിന്റെയും കോൺഫിഡൻസ് ലെവലും രണ്ടാണ്. അപ്പം നമുക്കിത് നോക്കാം. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി എന്ന് പറഞ്ഞിട്ട് 3 ഡിവിഷനേ ഇതിലുള്ളൂ. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെയോ അല്ലെങ്കിൽ ബാക്കി സബ്ജക്റ്റുകളുടെ ഒന്നും പാർട്ട് എ പാർട്ട് ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇവിടെ വരുന്നില്ല. കാരണം നമുക്ക് ഇവിടെ എന്തില്ല, ഓപ്ഷണൽ മൊഡ്യൂൾസ് ഇല്ല അല്ലെ. ഓപ്ഷണൽ മൊഡ്യൂൾസ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പം നമുക്ക് നോക്കാം. സെക്ഷൻ എ എന്ന് പറയുന്നത് 1 മുതൽ 20 വരെ ചോദ്യങ്ങൾ അടങ്ങുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള ഭാഗമാണ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, 1 മുതൽ 20ാമത്തെ ചോദ്യം വരെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. എത്രയാണ് ഇവിടെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്? നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ട പോലെ തന്നെ the growing awareness about healthcare has led to an increase in the demand of healthcare products and services in the country. Identify the feature of business environment being described in the above case. അപ്പം ഇവിടെ ബിസിനസ് എൻവയോൺമെന്റിനെ നിങ്ങളോട് അതിന്റെ ഫീച്ചർ എന്താണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനാണ്. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായത് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതേപോലെയുള്ള 20 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് സെക്ഷൻ എയിൽ വരുന്നത്. കണ്ടോ, 20 ചോദ്യങ്ങളാണ് സെക്ഷൻ എയിൽ വരുന്നത്. ഇപ്പൊ ഇവിടെ 11, 12, 13, 14 ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ 19, 20ാമത്തെ ചോദ്യം വരെ നിങ്ങൾക്ക് 1 മാർക്കിന്റെ ഇതുപോലുള്ള ഓപ്ഷൻസ് തന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനിയാണ് സെക്ഷൻ ബി വരുന്നത്. സെക്ഷൻ ബിയിൽ എന്താ ചോദിക്കുന്നത്? 21 മുതൽ 35ാമത്തെ ചോദ്യം വരെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. അത് തന്നെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അല്ലെ. 21ാമത്തെ ചോദ്യം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇവിടെ തന്നിരിക്കുന്നുണ്ട് 2 എണ്ണം, 2 മാർക്കിന്റെയാണ്. 2 ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്. ഈ 2 ഭാഗവും നിങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. 2 മാർക്കാണ്, ഓരോന്നിനും ഓരോ മാർക്ക് വീതം 2 മാർക്കാണ് കിട്ടുന്നത്. 21 മുതൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് 35ാമത്തെ ചോദ്യം വരെ ഇതേ രീതിക്കായിരിക്കും. അപ്പൊ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കണ്ടു അല്ലെ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട്, 2 മാർക്കിന്റെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. പിന്നെ മാച്ച് ദ ഫോളോയിങ് വരുന്നുണ്ട്. ഇവിടെ എയുമായിട്ട് 1, 2, 3 എന്ന് പറയുന്നതിനെ മാച്ച് ചെയ്യാനുള്ളതാണ് ഈ ഒരു ഭാഗം. ഇപ്പോ മാച്ച് ദ ഫോളോയിങ് എങ്ങനെ ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഓരോന്നിനും മാച്ച് ആയിട്ടില്ല. ഇപ്പൊ എയോട് മാച്ച് ആയിട്ട് ഈ ഒരു റോൾ ഏതാണോ വരുന്നത് അതിനെ നിങ്ങൾ ഇവിടേക്ക് എഴുതിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾ ആൻസേഴ്സ് എഴുതുമ്പോൾ എങ്ങനെ ചെയ്താൽ മതി? നിങ്ങളിപ്പോ ചോദ്യ നമ്പർ എത്രയാണ്? 22 ഇവിടെ വരുന്നത് അല്ലെ. അപ്പൊ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഇവിടെ മാർജിന് പുറത്തായിട്ട് 21 ആൻസർ എന്ന് എഴുതിയതിനു ശേഷം എ എന്ന് എഴുതുക. അതിന് നേരെ 3ാമത്തതാണ് ശരിയായിട്ട് വരുന്നതെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ബി ആണ് അതിന്റെ നേരെ 2ാമത്തതാണ് ശരിയായിട്ട് വരുന്നതെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇനി സിയുടെ നേരെ 1 വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം അല്ലെ. ഇത്രേ എഴുതേണ്ടതുള്ളൂ. ഇത്രേ നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടതുള്ളൂ. ആ ഒരു മാച്ച് ദ ഫോളോയിങ്ങിന്റെ കംപ്ലീറ്റ് സംഭവവും നിങ്ങൾ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ കണ്ടില്ലേ. ഇത് മൊത്തം നിങ്ങൾ അവിടെ ആൻസർ ഷീറ്റിൽ എഴുതി വെച്ച് നേരം കളയാനൊന്നും നിൽക്കരുത്. കാരണം അതിനൊന്നുള്ള സമയമില്ല. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതേപോലെ ഷോർട്ട് ഫോമിൽ എന്റെ നേരെ ഏതാണ് 1, 2, 3 ഏതാണ് വരുന്നത് അത് എഴുതിയാൽ മതി കേട്ടോ.
അത് എല്ലാം കൂടെ എഴുതി വെച്ച് സമയം കളയരുത്. മാച്ച് ദ ഫോളോയിങ് ആ ഒരു ഭാഗത്ത് സെഷൻ ബിയിൽ വരുന്നുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ഓപ്ഷൻസ് തരുന്നുണ്ട് അല്ലെ. ഇനി വരുന്നത് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. Capital market may be defined as a market dealing in short term and medium term funds. അത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ശരി എന്ന് എഴുതാം, തെറ്റാണ് തെറ്റ് എന്ന് എഴുതാം. അപ്പൊ ഈ ചോദ്യത്തിന്റെ 23ാമത്തെ ചോദ്യമാണ് അല്ലെ. 23 ആൻസർ എന്ന് എഴുതിയിട്ട് നിങ്ങൾ എ ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന് എഴുതുക, ബി ഫോൾസ് ആണെങ്കിൽ ഫോൾസ് എന്ന് എഴുതുക. അപ്പൊ ഇത്രേ എഴുതാനുള്ളൂ, പെട്ടെന്ന് നമ്മൾ ആൻസർ എഴുതി കഴിയും. അപ്പൊ അതിൽ ചോദ്യം വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യവും അതേപോലെ തന്നെയാണ്. അപ്പൊ ഈ ഒരു വൺ വേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഗിവ് വൺ വേർഡ് ഫോർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെന്റ് ഓഫ് ദൻ ഓർഗനൈസേഷൻ. ഇതിനെ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റും. അതെന്താണ് എന്നുള്ളത് നിങ്ങൾ ഇവിടെ എഴുതുവാണ് വേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ബിയിലും ചോദിച്ചിട്ടുണ്ട് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ഓൾ ആസ്പെക്ട്സ് ഓഫ് എ ജോബ്. അപ്പം അതിനെ നിങ്ങൾ ഒറ്റ വാക്കിൽ എങ്ങനെ എഴുതും? അപ്പം എന്താണ് ഒറ്റ വാക്കിൽ എഴുതുക? അത് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ. അതേപോലെ നിങ്ങൾക്ക് വൺ വേർഡിലേക്ക് എഴുതേണ്ട, അതായത് സാധാരണഗതിയിൽ ചോദ്യം വരുന്നത് ഏതെങ്കിലും ഒരു വേർഡ് തന്നിട്ട് ഇന്റർവ്യൂവിനെ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റിനെ ഡിഫൈൻ ചെയ്യാൻ അങ്ങനെയൊക്കെയാ വരിക. പക്ഷെ ഇത് നേരെ തിരിച്ച് അതിന്റെ ഡെഫിനിഷൻ അവിടെ തന്നിട്ട് നിങ്ങളോട് ആ വേർഡ് എന്താണ് എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതാണ് ആ ചോദ്യം. പിന്നെയും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നെ വരുന്നുണ്ട് 25ാമത്തെ ചോദ്യം. പിന്നെ വൺ വേർഡ് എഴുതാൻ വേണ്ടിയിട്ട് ഡെഫിനിഷൻ തന്നിട്ട് വൺ വേർഡ് എഴുതേണ്ട ചോദ്യം വന്നിട്ടുണ്ട്. സോ അതിനൊക്കെ ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതാ ഇവിടെ ഓർ എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ അടുത്ത് എഴുതാനുള്ള, ഓർ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കണ്ടോ 27ാമത്തെ ചോദ്യമൊക്കെ ഓർ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു സംഭവം രണ്ടിന്റെയും ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയില്ല, വേർഡ് എന്താന്നുള്ള അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. ഇതും നിങ്ങൾക്ക് എഴുതാം, അറ്റംപ്റ്റ് ചെയ്യാം. ഇത് അറിയില്ലെങ്കിൽ ഇത് എഴുതാം. രണ്ടും കൂടെ എഴുതി വെക്കരുത്, ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതുക. അപ്പൊ 28ാമത്തെ ചോദ്യം എന്താണ്? ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ഇമ്പോർട്ട്, ട്രേഡ്, എക്സ്പോർട്ട്, ട്രേഡ് ആൻഡ് എന്റർപ്രോട്ട് ട്രേഡ് എന്താണെന്നുള്ളത്. അപ്പം ഇവിടെ നിങ്ങളടുത്ത് എന്താണെന്നുള്ളത് ഇവിടെ നിന്ന് ഈ എന്താ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഈ എ ബിയിൽ ഏതാണ് എന്ന് എഴുതാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഇവിടെ തന്നിട്ട് ഐഡന്റിഫൈ മാനുഫാക്ചറിങ് സർവീസ് സ്മോൾ എന്റർപ്രൈസസ് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അപ്പം സ്മോൾ എന്റർപ്രൈസസിനെ കുറിച്ച് പറയുന്നത് ഈ രണ്ട് സെന്റൻസുകളിൽ ഏതാണ് എന്ന് നിങ്ങൾ നോക്കുക, അത് എന്നിട്ട് എഴുതി വെക്കുക. അത്രയേ ഉള്ളൂ ആ ഒരു ചോദ്യം വരുന്നത്. പിന്നെയും വൺ വേർഡിൽ ആൻസർ എഴുതേണ്ട ചോദ്യം വന്നിട്ടുണ്ട്. സോ 31ാമത്തെ ചോദ്യവും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഏതാണ് എന്ന് എഴുതേണ്ടതാണ്. ഇവിടെ ഓൾറെഡി പ്രൈവറ്റ് കമ്പനീനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഏത് സെന്റൻസ് ആണ് വരുന്നതെന്ന് എഴുതാനാണ്. പിന്നെ വരുന്നത് ഫുൾ ഫോംസ് എഴുതാൻ വന്നിട്ടുണ്ട്. കണ്ടോ, ഫുൾ ഫോംസ് NSDC എന്നുള്ളതിന്റെ ഫുൾ ഫോം, NSDM എന്നുള്ളതിന്റെ ഫുൾ ഫോം, അതിനൊക്കെ 2 മാർക്കാണ് വന്നിട്ടുള്ളത്. സോ അത് വരുന്നുണ്ട്. ഇവിടെ ഓർ ക്വസ്റ്റ്യൻ ആണ്. അത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം? NSDA, SSC എന്തിനെങ്കിലും ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയുന്നത് എഴുതാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ അങ്ങനെയാണ് അവിടെ വരെ ചോദ്യങ്ങൾ വരുന്നത്. ഇനി കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ സെന്റൻസിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ആ മിസ്റ്റേക്ക് നിങ്ങളോട് കറക്റ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഐഡന്റിഫൈ മെത്തേഡ് പ്രൈസ് ഫിക്സേഷൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. പ്രൈസ് ഫിക്സേഷന്റെ ഈ മെത്തേഡ് ഇതിൽ ഏതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക, എഴുതുക. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. അടുത്തത് സെക്ഷൻ സി ആണ് വരുന്നത്. സെക്ഷൻ സിയില് 36ാമത്തെ ചോദ്യം മുതൽ 51ാമത്തെ ചോദ്യം വരെ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയാ ഓപ്ഷൻസ്, അവിടെ നിങ്ങൾക്ക് ആശ്വാസകരം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഓരോ ക്വസ്റ്റ്യനും മാക്സിമം ചോദ്യങ്ങൾക്കും ഓർ തന്നിട്ടുണ്ട്. അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ചോദ്യം ഈ ചോദ്യം എഴുതാം എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ അത് വലിയൊരു റിലാക്സേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഏതാണോ ചോദ്യം, ആ ചോദ്യം നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അടുത്ത ചോദ്യം വായിച്ചു നോക്കി അത് അറിയാമെങ്കിൽ അത് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ 36ാമത്തെ ചോദ്യം മുതൽ 51ാമത്തെ ചോദ്യം വരെയാണ് സെഷൻ സിയിൽ വരുന്നത്. ഇതില് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. 2 മാർക്കിന്റെ
ചോദ്യങ്ങൾ. അപ്പൊ പക്ഷേ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ആൻസർ വളരെ കുറച്ചായിരിക്കില്ല എഴുതാനുണ്ടാവുക. ആൻസർ ഒക്കെ 2 or 3 സെന്റൻസുകളിൽ എഴുതാനുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു 2 പോയിന്റ് വിശദീകരിക്കുക എന്നായിരിക്കും 2 മാർക്കിനുള്ള ചോദ്യങ്ങളിൽ പറയാം. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ. സ്റ്റേറ്റ് എനി 2 ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് ടു എംപ്ലോയീസ്. അപ്പൊ ഇവിടെ 2 ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾ എടുത്ത് എഴുതാൻ പറഞ്ഞത്. അപ്പൊ 2 പോയിന്റ് നിങ്ങൾ വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ, വിശദീകരിച്ചെന്ന് പറഞ്ഞാൽ 2 പോയിന്റ് 2 സെന്റൻസിൽ ഏതൊക്കെയാണോ ആ 2 ബെനിഫിറ്റ്സ് അത് 2 സെന്റൻസ് ആക്കി നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെയും 2 ഡിവിഷൻ വരുന്നതാണ്. അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് 50 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 36 മുതൽ 51 വരെയുള്ള ചോദ്യങ്ങൾക്കാണ്. അതായത് 36 മുതൽ 51 വരെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് 50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതുവരെ നമ്മൾ കണ്ട 5ാമത്തെ ചോദ്യം വരെയുള്ള 1 മുതൽ 35 ചോദ്യം വരെ എന്തായിരുന്നു? മൾട്ടിപ്പിൾ ചോയ്സ് ആയിരുന്നു. നമുക്ക് ചോയ്സ് ഉണ്ടായിരുന്നു അല്ലെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരുന്നു. അതിപ്പോ ഓപ്ഷൻ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഡെഫിനിഷൻ ആയിട്ടാണെങ്കിലും മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണെങ്കിലും ആൻസേഴ്സ് നമുക്ക് അതിന്ന് എടുത്ത് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ 36ാമത്തെ ചോദ്യം തൊട്ട് 51ാമത്തെ ചോദ്യം വരെ നമുക്ക് ആൻസർ അറിയണം. അറിഞ്ഞാൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റൂ. ഓക്കെ, സോ ഇവിടെ ഈ 2 ബെനിഫിറ്റ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. 2 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതാ കണ്ടോ, 2 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് നേച്ചർ. അപ്പൊ ഒബ്ജക്റ്റീവ്സും പറയണം, ഈ ഒരു അഡ്വർടൈസിങ് സെയിൽസ് പ്രൊമോഷന്റെ അഡ്വർടൈസിന്റെയും സെയിൽസ് പ്രൊമോഷന്റെയും ഒബ്ജക്റ്റീവ്സും പറയണം, നേച്ചറും പറയണം. അപ്പൊ അങ്ങനെ 2 മാർക്കാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഇവിടെ സ്റ്റേറ്റ് എനി 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നാണ് വന്നിട്ടുള്ളത്. 2 മാർക്കിന് തന്നെയാണ്. സോ ഇതുപോലെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നെക്സ്റ്റ് 42ാമത്തെ ചോദ്യം മുതൽ 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അപ്പൊ അവിടെ എന്താണ് ഇവിടെ പറയുന്ന സ്റ്റേറ്റ് എനി 2 പോയിന്റ്സ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ 3 മാർക്കിനാണ്. 3 മാർക്കിന്. അപ്പം നേരത്തെ 2 മാർക്കിനുള്ള ക്വാണ്ടിറ്റിയിൽ എഴുതിയാൽ മതി. ഇത് 3 മാർക്കിനാണ്. അപ്പൊ 2 മാർക്കിന് നമ്മളിപ്പോ ഒരു 3 സെന്റൻസ് ഒക്കെയാണ് എഴുതിയതെങ്കിൽ ഈ 3 മാർക്കിന് നമ്മളൊരു 4-5 സെന്റൻസിൽ എഴുതണം. ഓക്കെ, അത്രയ്ക്ക് വിശദീകരിച്ച് എഴുതണം. അപ്പൊ 2 മാർക്കിന്റെ ക്വാണ്ടിറ്റി ആയിരിക്കരുത് 3 മാർക്കിന് എഴുതുമ്പോൾ വേണ്ടത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ 3 മാർക്കിനുണ്ട്. ഓർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഇവിടെ ജസ്റ്റ് 3 പോയിന്റ്സ് കണ്ടോ, മീനിങ് പറയണം, ടെന്യൂർ പറയണം, ബെനിഫിറ്റ്സ് പറയണം. അപ്പൊ 3 കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം, അതിൽ വിശദീകരിച്ചിരിക്കണം. അപ്പൊ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് 3 മാർക്കിന് 3 സെന്റൻസ് ഒന്നും എഴുതി വെച്ചാൽ പോരാ, 3 പോയിന്റിനെ നിങ്ങൾ വിശദീകരിച്ച് എഴുതുവാണ് വേണ്ടത് കേട്ടോ. അപ്പൊ 3 സെന്റൻസ് എഴുതിയാൽ 3 മാർക്ക് കിട്ടുമോ എന്നുള്ളത് ചോദിക്കരുത്. 3 സെന്റൻസ് എഴുതി വെക്കല്ല, 3 പോയിന്റ് നിങ്ങൾ വിശദീകരിച്ച് എഴുതുവാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ 45ാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ 3 മാർക്കിന്റെ ആണ്. പക്ഷെ ഇവിടെ ഓർ ക്വസ്റ്റ്യൻ വന്ന കാരണം ഈ ചോദ്യം നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ചോദ്യം എഴുതാം. ഇനി ഇത് രണ്ടും ഒരുമിച്ച് എഴുതരുത്. ഇതിൽ ഏതെങ്കിലും ഒന്നേ എഴുതാൻ പാടുള്ളൂ. ഇത് എഴുതിയാൽ ഇത് എഴുതരുത്. ഓക്കെ, ഇനി ഇതാണ് എഴുതുന്നെങ്കിൽ ഇത് എഴുതരുത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി 46ാമത്തെ ചോദ്യവും ഇതേപോലെ തന്നെയാണ്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. ഇനി 47 വരെ 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 48, 49, 50, 51 4 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് 5 മാർക്കിന് വരുന്നത്. 5 മാർക്കിന് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ 1.5 പേജ് നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. 1.5 പേജ് എന്ന് പറയുമ്പോൾ ഒരു പുറം അടുത്ത പേജിന്റെ അരഭാഗം, ഇത്രയും ഭാഗം നിങ്ങൾ മിനിമം 5 മാർക്കിന് എഴുതിയിരിക്കണം. അതിൽ കൂടുതൽ എഴുതാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഇവിടെ എത്രയാണ് വേർഡ്സ് എന്നുള്ള കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യനിൽ സാധാരണയായിട്ട് ഇത്ര വേർഡ്സിൽ എഴുതണം എന്നുള്ളതൊന്നും ഒക്കെ മെൻഷൻ ചെയ്യാറുണ്ട്. ഇവിടെ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. മിനിമം നിങ്ങൾ 1.5 പേജ് എങ്കിലും 5 മാർക്കിന് എഴുതാൻ ശ്രമിക്കുക. 5 മാർക്കിന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഇതേപോലെ ഓർ ക്വസ്റ്റ്യൻ എന്തായിട്ടും വരും. ഒന്ന് തന്നിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അടുത്ത ചോദ്യം എഴുതി നോക്കിയിട്ട് അത് അറിയാമെങ്കിൽ അത് എഴുതാവുന്നതാണ്. ഓക്കെ, 49, 50, 51 വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ
ബിസിനസ് സ്റ്റഡീസിൽ വരുന്ന ചോദ്യങ്ങൾ, എത്ര മാർക്കിന് എത്ര ചോദ്യങ്ങൾ, ടോട്ടൽ എത്ര ചോദ്യങ്ങൾ, ടോട്ടൽ ചോദ്യങ്ങൾക്ക് എത്ര മാർക്ക്, ടോട്ടൽ ചോദ്യങ്ങൾ എത്ര മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കണം, പാറ്റേൺ എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട്, എത്ര മാർക്കിനൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഇത്തരം എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ബിസിനസ് സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ ഇത്തരത്തിൽ അരച്ച് കലക്കി പഠിച്ചിട്ട് വേണം നമ്മൾ ഈ ചോദ്യങ്ങളുടെ കാര്യങ്ങൾ കൂടെ പ്രിപ്പറേഷൻ നടത്താനായിട്ട്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യണമെന്ന് എല്ലാവരും പറയൂ അല്ലെ. അതിന്റെ മെയിൻ കാരണം എന്താണ്? ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് പകുതി സ്കോർ ചെയ്യാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം എന്താണ്? ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കണം. ഇംഗ്ലീഷിലാണ് ചോദ്യം വരുന്നത്. മലയാളത്തിലെ ആൻസേഴ്സ് എഴുതുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ വരുന്ന ആൻസേഴ്സിന് മനസ്സിലാക്കിയിട്ട് വേണം മലയാളത്തിലേക്ക് എഴുതാൻ. അപ്പം ഈ ഒരു പാറ്റേൺ പഠിച്ചില്ല, ആ സമയത്താണ് ഈ പാറ്റേൺ കാണുന്നത് എന്നുണ്ടെങ്കിലൊക്കെ പതറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇതിലിപ്പം മിസ് പറഞ്ഞു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നല്ലേ. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം വരുന്ന ചാപ്റ്റേഴ്സും സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം വരുന്ന ചാപ്റ്റേഴ്സും നമുക്ക് സിലബസിൽ മുമ്പ് NIOS തന്നിട്ടുണ്ടായിരുന്നു. സോ അത് പ്രകാരം ഏതൊക്കെയാണ് ആ സബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ്, ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് എന്നുള്ളത് മിസ് വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെല്ലാ സബ്ജക്റ്റിന്റെയും പറഞ്ഞു തരാം. ബിസിനസ് സ്റ്റഡീസ്, ഇംഗ്ലീഷ്, എല്ലാ സബ്ജക്റ്റും NIOS +2ന്റെ എല്ലാ സബ്ജക്റ്റുകളുടെയും മാർക്കിംഗ് സ്കീം, ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് എന്നുള്ള ഡിവിഷനിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സിനെ ആ ഒരു രീതിയിലും സബ്ജക്റ്റീവായി വരുന്നതിനെ ആ ഒരു രീതിയിലും നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് വരും കേട്ടോ. ആ സമയത്ത് കൃത്യമായിട്ട് കിട്ടാൻ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒക്കെ ക്ലിക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം പറയാണ്, ഇത് ഏപ്രിൽ ബാച്ചിലെ നിങ്ങൾക്ക് വന്നിട്ടുള്ള പബ്ലിക് എക്സാമിനേഷന്റെ ചോദ്യ പേപ്പർ ആണ്. ഈ മാതൃകയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യ പേപ്പർ സോൾവ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഫിസിയോപ്ലസിന്റെ വെബ്സൈറ്റ് ഉണ്ട്, ലേൺ സ്റ്റോറിന്റെ, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജസ്റ്റ് 30 rupees അത്രയും കുറവായിട്ടുള്ള എമൗണ്ട് ആണ് നിങ്ങൾക്ക് സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ബൈ ചെയ്തെടുക്കാൻ പറ്റും. സോ അത് നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ആദ്യം നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും സോൾവ് ചെയ്ത പേപ്പർ നോക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏതൊക്കെ ഉത്തരങ്ങൾ അറിയാം എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം മാത്രം നിങ്ങൾ സോൾവ് ആയിട്ടുള്ള പേപ്പേഴ്സ് നോക്കി പഠിക്കാൻ പോകുന്നതായിരിക്കും നല്ലത്. അതാണ് ഒരു ഓപ്ഷൻ ആയിട്ട് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ആദ്യമേ സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പഠിച്ചിട്ട് എന്താ ഒരു ഗുണം കിട്ടുന്നത്? അതിൽ പ്രത്യേകിച്ച് നമുക്ക് നമ്മളെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ശരിക്കും യൂസ് ചെയ്യേണ്ടത്, സോൾവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ശരിക്കും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അതിന് മുമ്പ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ട്, അതായത് റിവിഷന് ശേഷം കേട്ടോ, അല്ലാതെ ഒന്നും പഠിക്കാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഒന്നിനും ഉത്തരം അറിയില്ല നിങ്ങൾക്ക് എന്നുള്ള അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ആകെ ഡൗൺ ആയി പോകും. അപ്പൊ അതിനുള്ള ഇട വരരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ നന്നായിട്ടൊന്ന് ചാപ്റ്റേഴ്സ്, പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് ഏതൊക്കെ, അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത്, സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് എന്നുള്ളത് അറിഞ്ഞിട്ടുള്ള നിങ്ങളെ പഠനം ഒന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കുക. സോ നമ്മളെ ഫിസിയോപ്ലസിലെ ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്. അപ്പൊ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 1 monthനുള്ളിൽ നമ്മൾ റിവിഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷന്റെ ലൈവ് റിവിഷൻ ക്ലാസ്സിലേക്കൊക്കെ കടക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് ഇതേ പാറ്റേണിൽ തന്നെ ഫോളോ ചെയ്യാം. സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ 2025 NIOSന്റെ സൂപ്പർ ക്രാഷ് കോഴ്സുകൾ വരുന്നുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. താഴെ കാണുന്ന നമ്പറിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഫിസിയോപ്ലസ് അക്കാഡമിക്ക് 10ഓളം ബ്രാഞ്ചുകൾ ഉണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിലേക്ക് വിളിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പം ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളവർ അത് ചൂസ് ചെയ്യുക. അതല്ല സെൽഫായിട്ട് നിങ്ങൾ ചെയ്യാണ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ, ഈ ലേൺ സ്റ്റോറിന്റെ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ ഇനിയും ഇതുപോലെ NIOSന്റെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടുന്നതിന് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻസ് ആയിട്ടും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എപ്പോഴും പറയുന്ന പോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം, അടുത്തൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. താങ്ക് യു.